നമുക്കറിയാം അമേരിക്കയുടെ ഏറ്റവും മറ്റൊരു പ്രഖ്യാപിത ശത്രു എന്ന് പറയുന്നത് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയിയാണ്. മൊജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. റഷ്യയിൽ ചികിത്സയാണ് എന്നുമൊക്കെയുള്ള അഭ്യൂഹങ്ങളുണ്ട്. അതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് മൊജ്തബ ജീവനോടെയുണ്ട് എന്നത് US-ഉം ഇസ്രായേലും ഇന്റലിജൻസും സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. അതായത് ഉദ്യോഗസ്ഥർ തുടർച്ചയായി മൊജ്തബയുമായി കൂടിക്കാഴ്ചകൾക്കായി സമയം തേടുന്ന അടക്കമുള്ള വിവരങ്ങളാണ് ഇവരുടെ പക്കൽ ഉള്ളത്. മൊജ്തബ തന്നെയാണ് ഇപ്പോഴും സൈന്യത്തിനുള്ള ഉത്തരവുകൾ നൽകുന്നത് എന്നത് സംബന്ധിച്ച തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് US മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തത്. പുതുവർഷത്തിൽ തൻ്റെ ഏതാനും ചിത്രങ്ങൾക്കൊപ്പം ഇറാൻ ജനതയ്ക്കായി ഒരു സന്ദേശം കൂടി മൊജ്തബ തൻ്റെ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അടുത്ത കാലത്ത് എടുത്ത ചിത്രങ്ങളാണോ അവയെന്ന് CI പരിശോധിച്ച് വരികയാണെന്നാണ് റിപ്പോർട്ട്. സുരക്ഷാ കാരണങ്ങളാണ് മൊജ്തബ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടാത്തത് എന്നാണ് നിഗമനം. ഏതാണ്ട് 4 ആഴ്ച യുദ്ധം 4ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ മൊജ്തബ എവിടെയെന്നു കണ്ടുപിടിക്കാൻ കഴിയാതെ US-ഉം ഇസ്രായേലും വലയുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. റഷ്യയിലൊക്കെ ആണെന്നാണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള നിഗമനമുള്ളത്. പക്ഷേ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നില്ല. സുരക്ഷയൊക്കെ പ്രമാണിച്ചാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. അജയ്, മൊജ്തബ ജീവനോടെ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ഇനി വളരെ കൃത്യമായി ആ ടാർഗറ്റിലേക്ക് പോവുക എന്നാണ് അടുത്ത ലക്ഷ്യം. കാരണം ഇറാന്റെ ഒരു നേതാവിനെയും ബാക്കി വെക്കില്ല എന്നാണല്ലോ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രഖ്യാപനം. മുജ്തബ ജീവനോടെ ഇല്ല, അല്ലെങ്കിൽ അദ്ദേഹം ഗുരുതര പരിക്കുകളോടെ കോമയിൽ ചികിത്സയിലാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോ ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിന് ശേഷം മുജ്തബ ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇതുവരെ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുള്ള പ്രസ്താവനകളെല്ലാം എഴുതി കൊടുത്ത് ഇറാന്റെ ദേശീയ മാധ്യമം വഴി പുറത്തു വന്നിട്ടുള്ള ചില പ്രസ്താവനകൾ മാത്രമാണ്. അതല്ലാതെ അദ്ദേഹം നേരിട്ട് ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടില്ല. എന്തിനൊരു ശബ്ദ സംഭാഷണം പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോ ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഒന്നുകിൽ കൊല്ലപ്പെട്ടിരിക്കാം, അത് ഇറാൻ ആർമി ആണെങ്കിലും അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് രാഷ്ട്രീയ നേതൃത്വമാണെങ്കിലും അത് കവറപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പേരിൽ പ്രസ്താവനകൾ അടിച്ചിറക്കുന്നതായിരിക്കാം എന്നുള്ള ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ സംസാരിക്കാനാകാത്ത വിധം കോമയിൽ ചികിത്സയിലായിരിക്കാം എന്നുള്ള അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ US-ന്റെ നിഗമനം അനുസരിച്ച് മുജ്തബ ഖമനേയി ഇപ്പോഴും ജീവനോടെയുണ്ട്. ഈ സൈനികർക്കുൾപ്പെടെ IRGC-ക്ക് അടക്കം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് മുജ്തബ ഖമനേയി ആണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ നിലവിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അദ്ദേഹം എവിടെയുണ്ട് എന്നുള്ളത് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിൽ തന്നെയായിരിക്കും അവർ പ്രധാനമായിട്ടും നീങ്ങുക. പ്രധാനമായിട്ടും ഇപ്പോ നിലവിലുള്ള ഒരു നിഗമനം അനുസരിച്ച് മുജ്തബ ഖമനേയി പല സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാകാം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്താത്തത് എന്നാണ് ഒരു വ്യാപകമായിട്ടുള്ള ഒരു സംസാരം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയാണെങ്കിൽ ഇപ്പോ CIA-യുടെ അല്ലെങ്കിൽ ഇറാന്റെ മൊസാദിന്റെ ചാരസംഘടനകൾ വഴി ഇദ്ദേഹം എവിടെയാണെന്ന് കണ്ടെത്തി അവിടേക്ക് മിസൈൽ ആക്രമണം നടത്തുകയും അതുവഴി അദ്ദേഹത്തെ ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം എത്താതെ ഇപ്പോഴും അണ്ടർഗ്രൗണ്ടിൽ തന്നെ തുടരുന്നത് എന്നാണ് US-ന്റെ ഒരു നിഗമനം. മൊജ്തബ അടുത്ത ടാർഗറ്റാണ്, സംശയമില്ല. ഇറാൻ, അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അതിലേക്ക് എത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അജയ് സുധാ ബിജുവാണ് വിശദമായി തന്നെ പശ്ചിമേഷ്യയിലെ വിവിധ സാഹചര്യങ്ങൾ വിശദീകരിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.